പോലെ ഇവിടെയും രക്ഷയില്ല. കൈപ്പുണ്യാണ്. ഓ, ഈ ഒരു കാര്യത്തിലെങ്കിലും ഇച്ചാൻ എന്നെ അംഗീകരിച്ചല്ലോ. ഏത് കാര്യത്തിലാണ് ഞാൻ നിന്നെ അംഗീകരിക്കാത്ത? ഓ, ഇച്ചാൻ എപ്പോഴും പറയുമല്ലോ എനിക്ക് ലോക വിവരമില്ല, ഞാൻ പരിഷ്കാരിയല്ല എന്നൊക്കെ. സീരിയസ് ആയിട്ട് പിന്നെ എന്നിട്ടാണോ നീ +2 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, നീ +2 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അങ്ങനെയാണോ ഞാൻ പറയാറ്? എന്റെ ഭാര്യ +2 കാരിയാണ് എന്നാ പറയാറ്. ആണോ? പക്ഷെ ഇച്ചാനെ ഞാൻ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയത്തോണ്ടുള്ള ഇച്ചിരി സങ്കടമൊക്കെ ഇല്ലേ? എടി, ഭാഷ എന്തിനുള്ളതാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളം എന്ന് പറയുന്ന മനോഹരമായ ഭാഷയില്ലേടി, വേറെന്ത് വേണം? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 3-4 ഭാഷ അറിയാവുന്ന ഒരു ഭാര്യയാണ് എനിക്കുള്ളതെന്ന് വെക്കുക. അവക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവൂലേ? അത് ചാവും. ഇപ്പം തന്നെ അപ്പുറത്തെ ഉണ്ണിയാർച്ച മെമ്പറാണ്, മിടിക്കുകയാണ്. ഇതുപോലൊരു കടലക്കറി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഇല്ലെന്നാ തോന്നുന്നേ. നീ ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ല, ഇച്ചാൻ കഴിച്ചിട്ട് കഴിച്ചോളാം. കാലിച്ചായ എങ്കിലും കുടിച്ചോ? കുടിച്ചു. ആരോഗ്യം നോക്കണേ. എടി അലിസ് മോളെ, നമുക്കൊന്ന് അപ്പുറത്തെ വീട് വരെ പോണ്ടേ, അവരെ ഒന്ന് കാണാനായിട്ട്. എന്ത് കാര്യത്തിന്? ഒരു നാട്ടുമര്യാദയല്ലേ? ഇച്ചായ, നമുക്കേ അങ്ങനെയുള്ള മര്യാദകളൊന്നും വേണ്ട. ഇന്നലെ ഞാൻ വന്ന് ഇറങ്ങിയപ്പോഴേ അവരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവരൊരു വായാടിയാണ്. ആലിസേ, നമ്മളവിടെ പോകുന്നു, 5 മിനിറ്റ് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ അവിടെ ചെല്ലുന്നുമില്ല, 5 മിനിറ്റ് സംസാരിക്കുന്നുമില്ല, തിരിച്ചു വരുന്നുമില്ല. എന്നാലും ഒന്നുമില്ല. കഴിച്ചിട്ട് എന്നിട്ട് പോവാൻ. എന്തൊരു ഉപ്പാണ് കടലക്കറിക്ക്. ആർച്ച, ഞാനൊരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? എന്റെ പൊന്ന് സത്യയുടെ ചായ എല്ലാം ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്, എടുത്ത് കുടിച്ചൂടെ? ഇവിടെ ഇട്ട് വെച്ചെങ്കിൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? ഞാൻ എടുത്ത് കുടിക്കുമല്ലോ. എനിക്കിവിടെ എന്തൊക്കെ പണിയുണ്ട് സത്യേട്ടാ. അത് മനുഷ്യനാണെങ്കിൽ ഇന്ന് ഫുൾ തിരക്കാം. കഴിക്കുന്നില്ലേ? കഴിക്കാനൊന്നും നേരമില്ല, നല്ല തിരക്കാ. 9 മണിക്ക് DSP കാണാൻ ചെല്ലണം. 1 മിനിറ്റ് വേഗം അയാൾ ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ജില്ലാ ആശുപത്രി പോകണം, ഒരു മൊഴി എടുക്കാനുണ്ട്, പിന്നെ കോടതിയിൽ പോകണം. ഇതെല്ലാം കൂടെ ഇന്ന് തന്നെ വന്ന് ഞാനിത് എന്ത് ചെയ്യൂ? ഇതൊക്കെ ഇന്നലെ അറിയാവുന്ന കാര്യങ്ങളല്ലായിരുന്നോ? അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെ, ഞാൻ മാത്രം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കാര്യമില്ല, നീയും കൂടെ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് വല്ലതും ഉണ്ടാക്കി വെക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ സത്യേട്ടാ. എന്തോന്ന്? ദോശ. ദോശ തീരെ വേണ്ട. അതെന്താ സത്യേട്ടാ? ജീപ്പ് വന്നില്ലല്ലോ. ജീപ്പ് ഇപ്പൊ വരും. അതെ സത്യേട്ടാ, നമുക്ക് ആലീസും ഡോക്ടർ താമസിക്കുന്നിടത്ത് ഒന്ന് പോണം. എന്തിന്? അല്ല, പുതിയ താമസക്കാർ നമ്മളൊന്നും അവിടെ വരെ പോയിരുന്ന മോശമല്ലേ? അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കാൻ? അവരൊന്നും വിചാരിക്കില്ല. നമ്മളവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണോ അവിടെ ഇവിടെ താമസത്തിന് വന്നത്? ഈ ആ മൃഗ ഡോക്ടർ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി, നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു വീട് കിട്ടി, അവരവിടെ താമസത്തിന് വന്നു. അവരവിടെ താമസിച്ചോട്ടെ, നമ്മൾ ഇത് വെറുതെ എന്തിനാണ് എന്ന് അവരുടെ ഇതിലിടപെടാൻ നിൽക്കണേ. അവരായി, അവരെ പാടായി. നല്ല ബെസ്റ്റ് ന്യായം. അയൽപക്കത്തെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തെ? എടി, മാത്രമല്ല നീ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഞാൻ ഇവിടുത്തെ SI ആണ്. ഈ പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ അങ്ങനെ ബന്ധം വെക്കണമെന്ന് അത്ര നല്ല കാര്യമല്ല. എന്താ പ്രശ്നം? ഇപ്പൊ ഉദാഹരണത്തിന് ഈ മൃഗ ഡോക്ടർ ഒരു കേസിൽ പെട്ടെന്ന് വെക്കുക. കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾ നേരെ ഇവിടെ വരും, എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ എന്നെ സഹായിക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ പരിചയവും സൗഹൃദം വെച്ച് സഹായിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് കേസിൽപ്പെടാൻ? എന്തെല്ലാം കേസിൽപ്പെടാം. ഇപ്പൊ അയാൾ ചികിത്സിച്ച ഒരു പശു ചത്തു, ആ പശുവിന്റെ ഉടമസ്ഥ ഒരു കേസ് വന്നാൽ എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വെറുതെ നമ്മളെ ആവശ്യമില്ലാത്ത ബന്ധമൊന്നും വേണ്ട. അതെ, ഈ മഞ്ഞപ്പിത്തുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുള്ളൂ. സത്യന്റെ മനസ്സിൽ കള്ളത്തിലുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നേ. ശരി, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണല്ലോ. അയാൾ നിന്നോട് വന്നിട്ട് ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അവൻ വന്നപ്പോഴേ തന്നെ പറയുന്നതായിട്ട്, മെമ്പറെ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും, ആവശ്യങ്ങളുണ്ടാവും, ഇമാതിരി ടീമുകളിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണ്ട. അവനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് അങ്ങോട്ട് മനസ്സിലായി, ഒരു മൊത്തത്തിലൊരു വശപ്പച്ച ഒരു കള്ള ലക്ഷണ. ശരി, ഡോക്ടർ ആണല്ലോ പ്രശ്നം.
നമുക്ക് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ആലീസിന്റെ അടുത്ത് പോയിട്ട് വരാം. അപ്പൊ കുഴപ്പമില്ല. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അതും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാൽ ആ പേരും പറഞ്ഞ് രണ്ടും കൂടെ ഇങ്ങോട്ട് വരും. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കേട് നമ്മളെ തല വെക്കണേ? അതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയില്ലോ അവരിങ്ങോട്ട് വരും. ആ വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്തോ സത്യേട്ടാ, സാറേ, ആ പവിത്രനോ? നമസ്കാരം സാറേ. എന്താ രാവിലെ? ഇല്ല, ഒരു വീടെടുത്ത് തന്നെന്നും പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ലല്ലോ. വിശേഷങ്ങളൊക്കെ എന്നാ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ കയറിയതുള്ളൂ. വാ ഇരിക്ക്. ആലീസെ, പവിത്രനാ വന്ന ഒരു ചായ ഇട്. ചായ എടുക്കണ്ട, ചായ എടുക്കണ്ട. എന്നാ നേരം വെളുത്തപ്പോൾ ഈ നേരം വരെ 3-4 ചായ കുടിച്ചിട്ടുണ്ട്. ഇനി ആ സോമൻ സാറിന്റെ വീട്ടിലൂടെ പുറത്തി അവിടെ നിന്ന് 2 ചായ കുടിക്കാനുള്ള. അപ്പൊ ഇവിടുത്തെ ചായ വേണ്ട. ഓ, ആലിസിന്റെ ചായയെ കുറിച്ച് അറിയാൻ പാടില്ല എന്നിട്ടാ. നിന്റെ ചായയെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. രാവിലെ അവളുടെ ഒരു ചായ കുടിച്ചോണ്ടല്ലോ, അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര എനർജിയാണ്. എന്റെ ഈ എനർജിയുടെ കാര്യം ആലീസിന്റെ ചായ. അങ്ങനെയൊന്നുമില്ല. അല്ല, ഇന്ന് സാറിന് ഹോസ്പിറ്റലിൽ പോണ്ടേ? 2 ദിവസം പോകുന്നില്ല. വന്നിറങ്ങിയല്ലേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരെയും സാഹചര്യമൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? വേണ്ടേ? പിന്നെ അത് നല്ലതാ. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരിക്കാന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതെ. നമ്മുടെ അപ്പുറത്തെ സത്യപാലൻ സാറിന്റെ മെമ്പറെ പരിചയപ്പെട്ടായിരുന്നോ? ഇന്നലെ വന്നപ്പോ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു, സംസാരിച്ചു. പിന്നെ ഇന്നൊന്ന് പോണോന്ന് വിചാരിച്ചതാ. പിന്നെ പോണ്ടല്ലോ അല്ലേ? അതെ. നിങ്ങൾ എന്താ പരിപാടിയാണ് കാണിക്കുന്നത്? തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു അയലോക്കംകാര്, അവിടെ ചെന്ന് പരിചയപ്പെടണ്ടേ? ഒരു ആവശ്യം വന്നാൽ അവരല്ലേ ഓടി വരാനുള്ളത്. പിന്നെ ഒരാവശ്യം വന്നാൽ ഞങ്ങൾക്ക് പവിത്രനെ വിളിക്കാലോ, അതുപോലെ. എന്റെ ആലീസ് വെച്ച് ഞാൻ അതല്ല പറഞ്ഞത്. വളരെ പാവങ്ങളാ, ശുദ്ധന്മാരപ്പുറത്ത് താമസിക്കുന്നത്. ഈ സത്യപാലൻ സാർ ഒരു പോലീസുകാരനാണെന്നുള്ളൊരു കുറവേ ഉള്ളൂ ആ കുടുംബത്തിന്. കുറവോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കൈക്കൂലി വാങ്ങിക്കും. ആര് സാറോ? ശുദ്ധൻ, വെറും പാവം. ഇച്ചിരി മുൻകോപം എടുത്തുകാട്ടോ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ ഉണ്ണിയാർച്ച പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പുള്ളിക്കൊരു ഇച്ചിരി കുശുമ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ SCയെക്കാട്ടിലും വിലയാണല്ലോ നാട്ടില് പഞ്ചായത്ത് മെമ്പർക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ SIക്കാ വില അല്ലേ ചായ? കോട്ടയത്തൊക്കെ അങ്ങനെ. എന്റെ ആലീസ് വെച്ചാൽ നിങ്ങൾ പറയുന്നവരല്ല ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഭയങ്കര കാര്യമാണ്. എന്ത് കാര്യത്തിനും ഉണ്ണിയാർച്ച മുമ്പിലുണ്ട്. ആള് ഭയങ്കര സ്മാർട്ടാണ്. ഇന്നലെ പരിചയപ്പെട്ടോ മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അതാണ് ഉണ്ണിയാർച്ച. ഡോക്ടറെ, ഉണ്ണിയാർച്ചയുടെ പഞ്ചായത്തിന്റെ കീഴിലാണ് ഡോക്ടറുടെ മൃഗാശുപത്രി. പഞ്ചായത്തുമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ഉണ്ണിയാർച്ച ചെന്ന് കണ്ടാൽ മതി, അവര് കാര്യം സാധിച്ചു തരും. അല്ല, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇല്ലേ, അവരെ കണ്ടാ പോരെ? പോരെ? മതി 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 മതി. അയ്യോ, ആലീസ് വിചാരിക്കുന്ന പോലെ അല്ല ഈ ഉണ്ണിയാർച്ച. ഭയങ്കര പിടിപാടാ. ഇവര് പറയുന്നത് ഈ പഞ്ചായത്തെ കേൾക്കുള്ളൂ. എന്തായാലും അവര് നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരും. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറണം. കാരണം ആദ്യം ചെന്നു എന്നുള്ളൊരു ഒരു ക്രെഡിറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആണോ? ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട പവിത്ര, വേണ്ട വേണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ചായ ഉണ്ടല്ലോ? എന്നെ പോലും കുഞ്ഞു വേണ്ട. ഓ, അയ്യോ, അയാൾ പറഞ്ഞു കേട്ടില്ലേ, അങ്ങോട്ട് പോയി കാണാൻ. എന്റെ പട്ടി പോയി കാണാം. എന്തെങ്കിലും പറയുമ്പോഴേക്ക് എടുത്തിയാടി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. പവിത്രം പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഇതൊരു നാട്ടു നടപ്പ്. അയൽവക്കത്ത് പോവുക, അവരോട് സംസാരിക്കുക, അവരോട് ഇടപഴകുക. നമുക്കൊന്ന് പോണ്ടേ? ഞാൻ വരത്തില്ല. എടി, ഇത് എനിക്ക് വേണ്ടി പറയുന്നതല്ല ഞാന്. നീ ഒന്ന് ആലോചിച്ച് നോക്കേ ആലീസേ. നീ അഹങ്കാരിയാണെന്ന് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് നല്ലതാണോ? എടി, അവരൊരു പഞ്ചായത്ത് മെമ്പറാ. നാട്ടുകാരോട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ ആലീസിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. പകരം എങ്ങനെ ആയിരിക്കണം? ആലീസിന്റെ സ്വഭാവം കണ്ടുപഠിക്കണം. എന്തൊരു ആഠ്യത്വമാണ്, എന്തൊരു അന്തസ്സാണ്, എന്തൊരു സഹവർത്തിത്വമാണ്. ജോർജ് കുട്ടി ഡോക്ടറിന്റെ ഭാഗ്യമാണ് ആലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു അഭിമാനമല്ലേ? അതുകൊണ്ട് നീ കേൾക്ക്. നിർബന്ധിച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു 5 മിനിറ്റ് മതി. അതിൽ കൂടുതൽ ഞാൻ അവിടെ നിക്കത്തില്ല. അതിൽ കൂടുതൽ എന്തിനാ നിൽക്കുന്നേ? അവര് ചായ എന്തെങ്കിലും തരും, അത് വാങ്ങിച്ചു കുടിക്കാൻ നിൽക്കരുത്. ചായ വേണ്ട വേണ്ട. വേണ്ട. പിന്നെ ഒരു കാര്യം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈച്ചാൻ എന്നെ ഇച്ചിരി കൊച്ചാക്കിയുള്ള വർത്തമാനം ഉണ്ട്, അത് വേണ്ട. എന്റെ കൊച്ചിനെ ഞാൻ അങ്ങനെ പറയൂ?
പിന്നെ ആ അവരെ കണ്ട നോക്കുകയൊന്നും വേണ്ട, അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട, അങ്ങേരോട് സംസാരിച്ചാൽ മതി. അവരോട് ഞാൻ സംസാരിച്ചോളാം. അവരെന്നെ നോക്കുകയും സംസാരിക്കുകയും ചെയ്താല് ഞാൻ സംസാരിച്ചോളാം, ഞാൻ നോക്കുകയും ചെയ്യും. അത് മതി. ആ അപ്പൊ പോവാല്ലേ? എന്നാ പോവാം. രണ്ടും കൂടെ കുറ്റി കുറച്ചോണ്ട് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്. നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. ഇന്നലെ വരണമെന്ന് വിചാരിച്ചാ തിരക്ക് കാരണം പറ്റിയില്ല, അതുകൊണ്ട് രാവിലെ തന്നെ വന്നത്. സാറ് പോകുന്നതിന് മുമ്പ് കാണണമല്ലോ. അത് നന്നായി അത് നന്നായി നന്നായി. അവിടെ താമസമൊക്കെ എങ്ങനെയുണ്ട്? അസൗകര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തന്നെ ധാരാളം. ഉണ്ണിയാർച്ച ഇല്ലേ? ഉണ്ണിയാർച്ച ഇല്ല. ഇല്ലേ? ഉണ്ട്. കുളിക്കാണ്. ആ കുളിക്കുക. ഇനിയിപ്പോ 2 മണിക്കൂർ കഴിയും ഇറങ്ങാൻ. 2 മണിക്കൂർ? ആണേ, ഓരോ ശീലങ്ങളെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുള്ളത് ഇത്. പക്ഷെ എന്ത് ചെയ്യാൻ, ശീലിച്ചതേ പാടുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പോയിട്ട് പിന്നെ വരാം. അല്ല പിന്നെ വരണ്ട, ഞാനിവിടെ കാണില്ലല്ലോ. ഞാനിപ്പോ ജീപ്പ് വരാൻ നോക്കിയിരിക്കാം. ഞാൻ സ്റ്റേഷനിൽ പോവേ. ഓ അല്ല, മൃഗഡോക്ടർക്ക് ഇന്ന് പോണ്ടേ? ഇന്ന് പോകുന്നില്ല, വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ആ എന്നാ പിന്നെ ചെന്നാട്ടെ. ആ അതെ, ഉണ്ണിയാർച്ച കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വന്നു എന്നൊന്ന് പറഞ്ഞേക്കണേ. പറ്റില്ല. ഉണ്ണിയാർച്ച കുളിച്ചിറങ്ങുമ്പം ജീപ്പ് വന്ന് ഞാൻ സ്റ്റേഷനിൽ പോകുമല്ലോ, പിന്നെ എങ്ങനെ പറയും? ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വിളിച്ച് പറഞ്ഞേക്കാം. ഇച്ചായ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വാ പോവാ. ആ ശരി, എന്നാ ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജീപ്പ് വരുന്നു വരുന്നു എന്ന് പറയാല്ലാതെ ജീപ്പ് വരുന്നില്ലല്ലോ. അത് വരിക പോവുക, എന്താ ചേട്ടാ? വാ. ഭാവിയിൽ അവനൊരു സ്ഥിരം ശല്യമാകാനുള്ള എല്ലാ സാധ്യതയും കാണും. എന്തെങ്കിലും ചെയ്തേ പറ്റും. ആരായിരുന്നു സത്യേട്ടാ അത്? പുറത്ത് സത്യം ആരോട് സംസാരിക്കുന്ന കേട്ടല്ലോ. എവിടെ? ആരാ? അതാ മൃഗഡോക്ടർ. രാവിലെ അയാൾ വിശേഷം തിരക്കാൻ വന്നേ. ഡോക്ടറോ? ആ എന്നിട്ട് എന്താ കയറി ഇരിക്കാൻ പറയായിരുന്നേ? ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അവര് പോയി. അവർക്കോ? അപ്പൊ ആലീസ് ഉണ്ടായിരുന്നോ? ആ എന്നിട്ട് എന്താ സത്യേട്ട എന്നെ വിളിക്കായിരുന്നത്? എടീ, ഞാൻ പറഞ്ഞു നീ അടുക്കളയിലാണ്, നീ ജോലി തിരക്കിലാണെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ വരാന്ന് പറഞ്ഞു അവർ പോയി. എന്നാൽ ആദ്യമായിട്ട് അവരിവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാതെ വിട്ട മര്യാദയാണോ സത്യേട്ടാ? അവർക്ക് ചായ വേണ്ടാത്തന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ അവരോട് പറഞ്ഞു കയറി ഇരിക്കുക, ചായ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർ ചായ വേണ്ടാന്ന് പറഞ്ഞു. ഇനി വേണ്ടാത്തവരെ നിർബന്ധിച്ച് കുടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നല്ല മോശമായി പോയി. ആർച്ചേ, അവരിവിടെ വന്നല്ലോ, ഇനി നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ആ പരിപാടി കഴിഞ്ഞു. ആ ജീപ്പ് വന്നു. ഇനി ഞാനിവിടെ വന്ന DSPയുടെ വായിരിക്കണ തെറി കേൾക്കേണ്ടി വരും. ഞാൻ വിളിക്കാം. ഹലോ, സ്വർണ്ണലതയാണ്. ആ പറയൂ പാർവതി. വന്നില്ലേ? ഇന്നലെ തന്നെ വരാൻ ഞാൻ പറഞ്ഞിരുന്നായിരുന്നല്ലോ. ആ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ. കനകാംബര, ഇന്നലെ പാർവതി തന്ന പരാതിന്മേൽ അവരെ കണ്ട് മൊഴിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ, എടുത്തായിരുന്നോ? ഇല്ല സർ. കാരണം വനിതാ പോലീസ് ഇല്ലാതെ സ്ത്രീകളുടെ മൊഴി എങ്ങനെ എടുക്കും സർ? CPO രാധാമണിയെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നല്ലേ? രാധാമണി ഇന്നലെ DYSP ഓഫീസിൽ പോയിട്ട് ഒരു 5:30 കഴിഞ്ഞ് വന്നപ്പോ പിന്നെ എപ്പോഴാ സമയം? ഓ, അപ്പൊ അതെന്തുകൊണ്ട് ഇന്നലെ എന്നോട് പറഞ്ഞില്ല? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറയുന്ന പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ കുപ്പായ എവിടെ അഴിച്ചു വെച്ചിട്ട് പൊക്കോളണം. ഭർത്താവിന്റെ പീഡനം കാരണം ഒരു പാവം പെൺകൊച്ച് പരാതി നൽകിയപ്പോ അത് അന്വേഷിക്കാൻ സമയമില്ല. ചോദിക്കുമ്പോ ഓരോരോ ന്യായങ്ങൾ. തന്നെ കാരോടെ പോലീസിലെടുത്തേ. ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ പാർവതിയുടെ മൊഴിയെടുത്ത് എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ കനകാംബര താൻ വിവരം അറിയും. ശരി സർ. പോലീസുകാരനാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താണോ കാര്യം? പണിയെടുക്കാനുള്ള മിടുക്കം കാണിക്കണം, ഇല്ലെങ്കിൽ താനൊക്കെ വേറെ പണി നോക്കി പോണം. സർ, എന്താ രാവിലെ ഒരു ബഹളം? സാറ് സർ, പറയുന്ന പണി ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ആ സ്ത്രീ പീഡന കേസിന്റെ മൊഴിയെടുക്കാൻ പറഞ്ഞതായിരുന്നു, ചെയ്തിട്ടില്ല. സാർ അത് മനഃപൂർവ്വമല്ല സർ. കനകാംബര അകത്തോട്ട് വന്നേ. ചെല്ല്.
എന്താണ് രാവിലെ പ്രശ്നം? സാർ ഞാൻ എന്ത് ചെയ്യാനാ സാർ? വനിതാ പോലീസില്ല, സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ പോകാൻ പറ്റുമോ? ഇന്നലെ അന്ന് രാധാമണി ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ മൊഴിയെടുക്കാൻ പോകും സാർ? അത് താൻ സ്വർണ്ണലതയോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ. അവർ ദിവസവും വരുന്നതന്നെ എന്നെ ചീത്ത വിളിക്കാനാ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് എന്നോട് വഴക്കുണ്ടാക്കും. കാര്യം അവർ ASയും ഞാൻ CPIയുമാ. പക്ഷെ ഞാൻ അവരുടെ ഭർത്താവല്ലേ സാറേ. മടുത്തു സാറേ, ഈ പീഡനം മടുത്തു. എന്നെ പോലെ ഒരു ഗതികെട്ട ഭർത്താവ് ഈ ലോകത്തിലുണ്ടാവത്തില്ല. ഒരു സ്ഥലം മാറ്റം നോക്കിയിട്ട് അത് കിട്ടുന്നുമില്ല. എടോ, താൻ സ്ഥലം മാറ്റത്തെ കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കല്ലേ. ഇനി എങ്ങനെ സ്ഥലം മാറ്റം കിട്ടിയിട്ട് താനങ്ങ് ദൂരെയും സ്വർണ്ണലത ഇവിടെ ആണെങ്കിൽ അത് അതിലും വലിയ റിസ്ക്കാ. ഈ പീഡനത്തെക്കാട്ടിലും നല്ലത് ആ റിസ്ക് തന്നെയാണ് സാറേ. കനകാംബര, നമ്മൾ ഈ ആണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണെടോ. അതെ സാറേ. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഈ മനസ്സമാധാനം എന്നുള്ള സാധനം ഉണ്ടാവില്ല. ഇപ്പം താൻ എൻ്റെ കാര്യം തന്നെ നോക്ക്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോഴേക്കും വന്നില്ലേ ആ മൃഗം എൻ്റെ അയൽവക്കത്ത് താമസിക്കാൻ. അതോടെ പോയില്ലടോ എൻ്റെ മനസ്സമാധാനം. അവനാണെങ്കിലേ ഒരു വായി നോക്കിയ ഇന്ന് കാലത്തെ അവൻ്റെ ഭാര്യയും കൂട്ടി എൻ്റെ വീട്ടിൽ കയറി വന്നേക്കുക. പിന്നെ ഒരു കണക്കിനാണ് ഞാൻ പറഞ്ഞു ഒഴിവാക്കി വിട്ടത്. അവൻ പ്രശ്നക്കാരാണോ സാറേ? അവൻ്റെ ചിരിയും കളിയും അവനെ കണ്ടാൽ തന്നെ അറിയാം മൊത്തത്തിലൊരു പ്രശ്നക്കാരനാണ്. പക്ഷേ ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ ഇച്ചിരി മര്യാദക്കാരിയാണ്. ഈ വളവളന്നുള്ള വർത്താനവും ഇല്ല, അനാവശ്യമായിട്ടുള്ള ചിരിയും കളിയും ഇല്ല. സ്ത്രീകളായാലും അങ്ങനെ വേണം. ഏതായാലും കുറച്ച് ദിവസം ഞാൻ നോക്കും. അത് കഴിഞ്ഞ് ശരിയായില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആലിസ, നമുക്ക് പോണ്ടേടി. ഇപ്പൊ ചെന്ന കടകളിലൊക്കെ തിരക്ക് കുറവായിരിക്കും. ഊണ് കാലാവുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. അത് വേണ്ട, ഞാനിന്ന് ഇവിടെ ചോറ് വെച്ചിട്ടില്ല. ആണോ? നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. അത് വേണോ? ഇല്ല, ഇച്ചായ ഇത്ര പിശുക്കത്തരം പാടില്ലേ. എന്തോരം പൈസയുണ്ട് കയ്യില്. ഇന്നെന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി. ഇടി പിശുക്കിന്റെ അല്ല, പുറത്തെ ആഹാരത്തിന് നിന്റെ ആഹാരത്തിന്റെ ടേസ്റ്റിന്റെ പകുതി ടേസ്റ്റ് എങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അതില്ലടി. അയ്യോ, അത്രക്ക് അങ്ങോട്ട് സൂചിപ്പിക്കല്ലേ. സൂചിപ്പിച്ചല്ല. ഇന്ന് ഫുഡ് എന്തായാലും പുറത്തുനിന്ന് കഴിച്ചാൽ മതി. ഇച്ചായ ഞാൻ രാവിലെ എന്നെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ വന്നില്ലേ? വന്നായിരുന്നു. അപ്പൊ ഇച്ചായൻ എന്റെ ഈ ആവശ്യം നടത്തി തരണം. എന്നാല് ഹോട്ടലിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ മടുപ്പാടി. ആണോ? രാവിലെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ ഒരു മടുപ്പും ഇല്ലായിരുന്നല്ലോ. ഒറ്റ ചാട്ടമായിരുന്നല്ലോ ഇറങ്ങിയത്. എന്താ കാര്യം? ഉണ്ണിയാച്ചേനെ കാണാനായിട്ട്. എന്നിട്ട് എന്ത് പറ്റി? പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു. ഉണ്ണിയാർച്ചയെ കാണാനാ? വൃത്തിയോട് പറയല്ലേ. ഒരു വൃത്തിയോടും ഇല്ല. അവര് കുളിക്കാന്ന് പറഞ്ഞപ്പോ ഇച്ചാന്റെ മുഖത്തൊന്ന് കാണേണ്ടതായിരുന്നു വിഷമം. ചോര ഇങ്ങനെ വാടന്നൊലിക്കുമായിരുന്നു. എന്തൊക്കെയാടി പറയുന്നേ? ഇച്ചായൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താണ്? അവര് കുളിക്കൊന്നും അല്ലായിരുന്നു. അവരകത്ത് എവിടെയോ കയറി ഒളിച്ചിരിക്കുവായിരുന്നു. എന്തിന്? എന്നോട് സംസാരിക്കാതിരിക്കാൻ. അവർക്ക് എന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചിട്ടില്ലേ ഇച്ചായ? സത്യവാ. ഇന്നലെ വന്നിറങ്ങിയപ്പം അവർ ഇച്ചായനോട് മാത്രമാ സംസാരിച്ചത്. എന്നോടൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇച്ചായ, നമ്മൾ രണ്ടുപേരും കൂടെ നടന്ന് അങ്ങോട്ട് ചെല്ലുന്നത് അവരകത്തിരുന്ന് കണ്ട് അപ്പൊ തന്നെ അവരകത്ത് ഏതോ മുറി കയറി ഒളിച്ച്. എന്നിട്ട് അങ്ങേരോട് പറഞ്ഞ് ഞാൻ കുളിക്കാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. അത് തന്നെയാ സത്യം. അതുകൊണ്ടല്ലേ നമ്മൾ അത്രയും സമയം പുറത്ത് നിർത്തി സംസാരിച്ചത്. അകത്തോട്ട് കയറ്റി അവര് ഇല്ലല്ലോ. ഇനി അവരെങ്ങാനും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ എങ്ങനെയാ അവരോട് പെരുമാറാൻ പോണെന്ന് ഇച്ചായൻ കണ്ടോ? വിളിക്കൂ. ഞാനെന്തിനാ എന്റെ വീട്ടിൽ കയറി വിളിക്കുന്നത്? ഞാൻ നല്ല ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിക്കും. അകത്ത് കയറ്റി ഇരുത്തും, സംസാരിക്കും, നല്ല ഉഗ്രന ഒരു ചായ ഇട്ടങ്ങ് കൊടുക്കും. അങ്ങനെ വേണം മോളെ. പക്ഷേ ആ ചായയിലേ പാലും പഞ്ചസാരയും തേയിലയും മാത്രമായിരിക്കത്തില്ല ചേർക്കും. ഏലക്കയും ചേർക്കുമായിരിക്കുമല്ലേ? ഈ ചായന്റെ എരുമയുടെ വയറിളക്കാൻ വേണ്ടിട്ട് ഒരു മരുന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ, അതും കൂടെ കലക്കി അങ്ങ് കൊടുക്കും. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ക്രിമിനൽ കുറ്റമാണിത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? പുറത്തുനിന്ന് ആഹാരം കഴിക്കണം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി നിനക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ വാങ്ങിച്ചു തരാടി. നിനക്ക് ഏത് ഹോട്ടലിൽ പോകണം? അതെ ചേർന്നില്ല. പവിത്രനായിരിക്കും. അവനോട് പോയി ചോദിച്ചിട്ട് വരാം ഏതാ നല്ല ഹോട്ടലെന്ന്. നന്നായിട്ട് തുടക്കി. ഇതാര്? നിങ്ങളങ്ങോട്ട് വന്നിരുന്നത് സത്യേട്ടൻ പറഞ്ഞു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സാർ പറഞ്ഞായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാൻ പറ്റില്ല. സോറി. അത് കുഴപ്പമില്ല. നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ആലീസ് അല്ലേ? ഉണ്ട്. ഇരിക്കാർച്ച. അതെ, ഞാൻ ആലീസിനെ വിളിക്കാം. ഒരു മിനിറ്റ്. അയ്യോ, അടുക്കളയിൽ വല്ല തിരക്കിലുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അയ്യോ, അതുകൊണ്ടാ ഇരിക്കേ, ഞാൻ വിളിക്കാം. ഉണ്ണിയാർച്ച. എന്ത് ഉണ്ണിയാർച്ച? എപ്പോഴാണ് ഉണ്ണിയാർച്ചയാണ് വന്നത്.
മോളെ നമ്മൾ അവിടെ ചെന്നു എന്നറിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ മാന്യമായിട്ട് ചിരിച്ച് അവരോടൊന്ന് സംസാരിക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ എൻ്റെ കാല് പിടിക്കാം. കാല് പിടിക്കൊന്നും വേണ്ട. ഓക്കെ അല്ലേ? വാ. അല്ല ഇതാര്? ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടാ. പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ അതിന്റെ ഒരു രസം. ഞാൻ ഇച്ചാരും കൂടെ രാവിലെ അവിടെ വന്നായിരുന്നു. അപ്പൊ ആർച്ച കുളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുപ്പത്ത് കറി വെച്ചിരിക്കുന്നോണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്ന്. സത്യേട്ടൻ പറഞ്ഞായിരുന്നു. ഞാൻ എപ്പോഴും ഇച്ചായനോട് പറയും നമുക്കൊന്ന് പോയി അവരെ കാണാന്ന്. അപ്പൊ ഇച്ചായ പറയും നാളെ ആവട്ടെ എന്ന്. അല്ലേ ഇച്ചായ? അതെ അതെ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ സ്ഥിരതാമസമായിട്ടുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും വരുവും പോവുകയൊക്കെ ചെയ്യാലോ. ഞാൻ സത്യേട്ടനോട് പറയായിരുന്നു, അയൽവക്കത്തൊരു മൃഗ ഡോക്ടറല്ലേ വന്നിരിക്കുന്നത്, നമുക്ക് വല്ല പശുവിനെയോ പട്ടിയോ ഒക്കെ വാങ്ങിച്ച് വളർത്താന്ന്. ഡോക്ടറെ പറ്റി പഞ്ചായത്തിലെ വലിയ അഭിപ്രായം കേട്ടോ. ഡോക്ടർക്ക് ഭയങ്കര കൈപ്പുണ്യാന്നാ പറയുന്നേ. അതിന് ഞാൻ ഇതുവരെ ആശുപത്രി പോയില്ലല്ലോ. അല്ല, കോട്ടയത്ത് നിന്ന് കിട്ടിയ വിവരമാ. ഡോക്ടറെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് വലിയ ഭാഗ്യമാ. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. അതിന്റെ ആവശ്യമില്ല. അത് ഈ മൃഗങ്ങൾ മനുഷ്യരെ പോലെയല്ല, അവർക്ക് അസുഖം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി കാണണം. നിങ്ങള് സംസാരിച്ചിരിക്കുക, ഞാനൊരു ചായ എടുക്കാം. ചായ വേണ്ട, ചായ വേണ്ട. അതിന് ഇച്ചായനല്ല ചായ, ആർച്ചയ്ക്കാ. അല്ല, അങ്ങനെ അസമയത്ത് ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കുന്നതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ട്. പിന്നല്ലാതെ ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കൂ? എന്തോ ചായ? വീട്ടിൽ വന്നവർക്ക് ഒരു ചായ എങ്കിലും കൊടുക്കണ്ടേ? പെട്ടെന്ന് ഞാൻ ചായ എടുത്തിട്ട്. ഡോക്ടർ, എന്തായാലും ആലിസിന്റെ കൈപ്പുണ്യം എന്നറിയാലോ. കൈപ്പുണ്യം അറിയാതിരിക്കുന്നതാ നല്ലത്. അല്ല, ഈ കൈപ്പുണ്യം അറിയണമെങ്കിൽ നമുക്ക് ചായ അല്ല കുടിക്കേണ്ടത്, കറി എന്തെങ്കിലും കഴിക്കണം. ചായ ആരിട്ടാലും ഒരുപോലല്ലേ? ആര് പറഞ്ഞു? ഞാൻ എപ്പോ ചായ ഇട്ടാലും സത്യയുടെ കൊള്ളില്ലെന്നേ പറയാറുള്ളൂ. ആണോ? അതല്ല, ചായക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. മൃഗ ഡോക്ടറാണെങ്കിലും ഞാനൊരു ഡോക്ടറല്ലേ. നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ചായയാണ്. ഞാൻ ചായ കുടിക്കാറില്ല. 15 വർഷമായി ഞാൻ ചായ കുടിച്ചിട്ട്. വിശ്വസിക്കൂ? ആണല്ലേ? ഈ നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അവർ വെറുതെ ചായ വാങ്ങിച്ച് കുടിക്കും. നമ്മൾ ചായക്ക് പേര് ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിൽ പിടിക്കത്തില്ലേ? അയൽവാസി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ചായ കുടിക്കരുത്. ചായ കുടിച്ച് വയറിളകിയ ചരിത്രം വരെ ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പിടിക്കണമെങ്കിൽ ജ്യൂസ് കുടിക്കണം. ആലിസിനോട് ജ്യൂസ് വല്ലതും എടുത്താൽ മതി എന്ന് പറയാ. അതെ, അല്ല, ജ്യൂസ് ഇല്ല, വാങ്ങിക്കാൻ മറന്നു. അടുത്ത പ്രാവശ്യം തരുമ്പോ ജ്യൂസ്. അതെ, നീ പോയപ്പോഴേ ആർച്ച എന്നോട് പറഞ്ഞായിരുന്നു ചായ ഇഷ്ടമല്ലാന്ന്. നിന്നോട് പറയാൻ ഒരു മടിയായിരുന്നു അല്ലേ? എന്നാലും ഞാൻ എടുത്ത സ്ഥിതിക്ക് ഒരെണ്ണം കുടിക്കും. വേണ്ട, നമ്മള് ഒരാൾക്ക് ഇഷ്ടമല്ലാതെ ഒരു സാധനം കൊടുക്കുന്നത് ശരിയല്ല. ഇനി ആർച്ച വരുമ്പോ ആർച്ചക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അല്ല, എന്നാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സ്ഥിതിക്ക് അത് അവസാനം വരവാതിരിക്കാനാ. അത് ഈ ഇഷ്ടമില്ലാത്ത ചായ കൊടുത്തിട്ട് ആർച്ചക്ക് അത് ഇഷ്ടപ്പെടാതെ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാലോ? അത് മോശമല്ലേ അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ ആലിസ് ഒരു സദ്യ ഉണ്ടാക്കി വെക്കും, ഞാൻ കഴിച്ചോളാം. ശരി, എന്നാ ആർച്ച ചെന്നാട്ടെ. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ജ്യൂസ് മേടിച്ചില്ലല്ലോ, അത് മേടിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ചോണ്ട് അങ്ങോട്ട് വരാം. സാർ അവിടെ കാണൂ? പിന്നെന്താ? സാർ ജ്യൂസ് കുടിക്കുവോ? ഷുഗറിന്റെ അസുഖം ഉണ്ടോ? നന്നായി. ശരി എന്നാ. ശരി എന്നാ. ഇത് കുടിച്ചോ? പിന്നെ കുടിക്കാതെ അവര് കുടിച്ചിട്ടൊന്നും വേണ്ടി ഇതുകൊണ്ട് കളയാൻ പറ്റുമോ? പാലും പഞ്ചസാരം തേലൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാ. എന്തോ നോക്കുന്നത്? എന്റെ പൊന്നുമോള് ചായ കുടിക്കുന്നതാണോ? നല്ല ഭംഗിയാ. ആണോ? ഇച്ചായ, ഇച്ചായ ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. എന്നാ? ഞാൻ ഈ ചായയില് എരുമയ്ക്ക് വയറിളകാനുള്ള മരുന്ന് കലക്കിയിട്ടുണ്ടെന്ന് ഇച്ചായ വിചാരിച്ചു. ഇച്ചായ, ഞാൻ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോ വിളിച്ചു പറയുമെന്നല്ലാതെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യോ ഇച്ചായ? ഇല്ല. ഞാൻ പാവമല്ലേ ഇച്ചായ? പൊന്നുമോൾ ഇത്ര പാവാ നീ അറിഞ്ഞില്ല.